ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. നമ്മളിന്ന് പ്രധാനമായും ചിന്തിക്കാനായിട്ട് പോകുന്നത്, പല ആളുകളും ചിന്തിച്ചു വെച്ചിരിക്കുന്ന എലോഹിം എന്ന വാക്കെന്ന് പറയുമ്പോൾ എന്താണ്, അതൊരു ബഹുത്വമുണ്ട്, അത് തൃത്വത്തിന് സമം നൽകും, അല്ലെങ്കിൽ തൃത്വത്തിന് അത് ഗുണമാകും, അല്ലെങ്കിൽ ത്രിയേക ദൈവത്തിന് അത് ഗുണമാക്കും എന്നുള്ളതാണ് പല ആളുകളും ചിന്തിച്ചു വെച്ചിരിക്കുന്നത്. ഞാൻ എബ്രായ ഭാഷയിലുള്ള ബൈബിളിൽ ഞാൻ പരിശോധിച്ചപ്പോൾ അതിൻ്റെ ഇംഗ്ലീഷ് വേർഷനിൽ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ദൈവങ്ങൾ എന്ന ഒരു ഭാഗം അവിടെ പറയുന്നില്ല. അവിടെ പറഞ്ഞിരിക്കുകയാണ് നമാസ്മയീം യത് എലോഹിം എന്ന് പറയുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത് ദ ഹെവൻസ് ഗോഡ്, ദ എർത്ത്. അപ്പോൾ ഗോഡ് എന്ന് മാത്രമേ പറഞ്ഞു, അല്ലെങ്കിൽ ഗോഡസ് എന്ന് പറഞ്ഞതിനുമായിരുന്നു. ഗോഡസ് എന്നൊന്നും അവിടെ പറഞ്ഞിട്ടില്ല. ദൈവങ്ങൾ എന്ന വാക്ക് ഇവിടെ പറയുന്നതേ ഇല്ല. ഗോഡ് എന്ന് മാത്രമേ അവിടെ പറയുന്നുള്ളൂ എന്നുള്ളതാണ് പ്രധാനമായ സത്യമെന്ന് പറയുന്നത്. അപ്പം ദൈവത്തെ കുറിക്കുന്ന പല എബ്രായ പദങ്ങളിലെ ഒരു പദമാണ് എലോഹിം. അതായത് ബഹുവചനം. ബഹുവചനമായതുകൊണ്ട് ദൈവത്തിന് ബഹുത്വമുണ്ടെന്നും അതുപോലെ തന്നെ ദൈവം ഏകനല്ലെന്നും തൃത്വമാണെന്നും എന്ത് ചെയ്യുന്നു ട്രിനിറ്റിക്കാരാണ് ഈ വാദിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ദൈവത്തിന്റെ ആത്മാവുള്ള ഒരു പണ്ഡിതനും തന്റെ മനസ്സാക്ഷിയെ വഞ്ചിക്കാതെ ഈ കാര്യത്തിൽ ദൈവവചനത്തിന് തെളിയിക്കാൻ സാധ്യമല്ല. കാരണം ഇങ്ങനെയുള്ളവർ മാത്രമേ പറയുന്നുള്ളൂ, ഈ തൃത്വക്കാർ മാത്രമേ പറയുന്നുള്ളൂ ഇത് രണ്ടും മൂന്നും ദൈവങ്ങളാണ്. ബൈബിളിൽ നമുക്ക് നോക്കാം അങ്ങനെ ഉണ്ടോ എന്ന് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കുന്നത് എന്താണ്, പഴയ നിയമത്തിലെ ദൈവം എന്താണ് അർത്ഥത്തിൽ പഴയ നിയമത്തിൽ ദൈവം എന്ന അർത്ഥത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന എബ്രായ പദം എലോഹിമാണ്, അല്ലെ? ഉൽപ്പത്തി 1 അധ്യായം 1 മുതൽ മാലാഖി വരെ 3 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ 2600 പ്രാവശ്യം അങ്ങോട്ട് എലോഹിം എന്ന് ഉപയോഗിച്ചിട്ടുണ്ട്. അതായത് എലോഹിം ഒരു ബഹുവചന പ്രയോഗമാണ്. അതിൽ ദൈവം ഏകനല്ല, ദൈവത്തിന് ബഹുത്വമുണ്ടെന്ന് ട്രിനിറ്റി വിശ്വസിക്കുന്നു. എലോഹിം എന്ന വാക്കുകൊണ്ട് ബഹുത്വമാണെന്ന് ഈ ട്രിനിറ്റിക്കാർ മാത്രമേ അത് വിശ്വസിക്കുന്നുള്ളൂ. അതായത് എലോഹിം എന്താണ്, 2346 പ്രാവശ്യം സത്യദൈവത്തെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ തന്നെ ജാതികളുടെ ദേവീദേവന്മാരെയും മനുഷ്യരെയും ദൂതന്മാരെയും ഏകവചനത്തിലും ബഹുവചനത്തിലും ഇത് പ്രയോഗിച്ചിട്ടുണ്ടെന്നുള്ളതാണ് പ്രധാനമായ സത്യം എന്ന് പറയുന്നത്. ചില കാര്യങ്ങൾ നമ്മൾ ചൂണ്ടിക്കാണിക്കുക, എലോഹിം എന്ന പദത്തെ തൃത്വ പണ്ഡിതന്മാർ എന്ത് ചെയ്യുന്നു, ദുർവ്യാഖ്യാനം ചെയ്തിരിക്കുന്നു നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അതായത് തൃത്വത്തിന് തെളിവായിട്ട് എലോഹിം എന്ന ബഹുവചന പദത്തെ പണ്ഡിതന്മാർ കാണുന്നത് എന്താണ്, ബഹുവചനം എന്നാൽ ഒന്നിലധികം എന്നാണ്. അതിന് 3 എന്ന ഖണ്ഡിതമായ അർത്ഥമില്ല. അത് 2 ആകാം, 5 ആകാം, 10 ആകാം, അതുപോലെ തന്നെ 100 ആകാം, മില്യനോ അല്ലെങ്കിൽ ബില്യനോ ട്രില്യനോ ആകാം. വേണമെങ്കിൽ എന്ത് ചെയ്യാം, 3 ആകാം എന്നുള്ള. അതിനാൽ എലോഹിം എന്ന പദം ബഹുവചനമായതുകൊണ്ട് ദൈവത്തിന് ബഹുത്വമുണ്ടെന്നോ തൃത്വമാണെന്ന് പറയുന്നത് എല്ലാ ദൈവവിശ്വാസികൾക്കും ഈ വാദം എന്ത് ചെയ്യുന്ന ഉന്നയിക്കാവുന്നതാണ്. എന്നാൽ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ ബൈബിളിൽ എന്താണ്, ഞങ്ങളുടെ ദൈവമുണ്ട്, അതായത് എലോഹിം എന്ന പദം ബഹുവചനമാണ്. അത് ഞങ്ങളുടെ 30 ദൈവങ്ങളെ കുറിക്കുന്നതാണ് എന്നൊരു ഹൈന്ദവ സഹോദരൻ വാദിച്ചാൽ ട്രിനിറ്റി അതെങ്ങനെ നിഷേധിക്കുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യം. ആ വാദം തന്നെയല്ലേ നിങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്. അതായത് ദൈവത്തെ കുറിക്കുവാൻ എബ്രായ പദങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ബൈബിളിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഉദാഹരണമായിട്ട് എലോഹിം, അതുപോലെ തന്നെ ഏൽ തുടങ്ങി ഇങ്ങനെയുള്ള പദങ്ങൾ. അതായത് എലോഹിം എന്നത് ഒരു സവിശേഷ പദമല്ല, അതായത് സാധാരണ പദമാണ്. അതായത് ഉന്നതൻ, ശക്തൻ, ബലവാൻ എന്നൊക്കെ അർത്ഥം എന്ത് ചെയ്യാം, അതിന് കൽപ്പിക്കാം എന്നുള്ളതാണ്. അപ്പോൾ എന്താണ്, ഈ പദം എന്ത് ചെയ്യുന്നു, സത്യദൈവത്തെ കുറിക്കുവാൻ മാത്രമല്ല ബൈബിളിൽ ഇത് ഉപയോഗിച്ചിരിക്കുന്ന ദൂതന്മാരെയും. ദൂതന്മാരെ ഉപയോഗിച്ചിരിക്കുന്ന നമുക്ക് കാണാം. ന്യായാധിപന്മാരുടെ പുസ്തകം 13 അധ്യായം 22 വാക്യത്തിൽ അത് കാണുന്നുണ്ട്. സംഖ്യാപുസ്തകം 8:21 അത് കാണുന്നുണ്ട്. മനുഷ്യരുടെ പേരിലും അത് ഉപയോഗിച്ചിട്ടുണ്ട്. പുറപ്പാട് പുസ്തകം 4 അധ്യായം അതിന്റെ 16 വാക്യത്തിലും അതുപോലെ തന്നെ 7:1 അത് പുറപ്പാട് പുസ്തകം 7:1 അത് ഉപയോഗിച്ചിട്ടുണ്ട്. സങ്കീർത്തനം 82:6
നമ്മൾ വായിക്കുമ്പോൾ ദേവന്മാരെയും, ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ 11:24, ഉൽപ്പത്തിയുടെ പുസ്തകം 35:2 ഉപയോഗിച്ചിരിക്കുന്നത് കാണാൻ നമുക്ക് കഴിയുന്നുണ്ട്. അതായത് ഏകവചനത്തിലും ബഹുവചനത്തിലും എന്താണ് ഇത് ഉപയോഗിച്ചിട്ടുണ്ട്. അതായത് മോശ എന്ന മനുഷ്യനെ എന്ത് ചെയ്യുന്നു, 2 വട്ടം ഏലോഹീം എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പുറപ്പാട് പുസ്തകം 4:16, 7:1 ഏലോഹീം ബഹുവചനമായതുകൊണ്ട് ദൈവത്തിന് ബഹുത്വം ഉണ്ടാവുകയോ അതുപോലെ തന്നെ ദൈവം തൃത്വമാവുകയോ ചെയ്യുമെങ്കിൽ ഏലോഹീമായ മോശയും അതേ കാര്യത്തിൽ എന്താണ് തൃത്വമാകണ്ടേ, അല്ലേ? നമ്മൾ ചിന്തിക്കേണ്ട ഒരു വാസ്തവം തന്നെയാണ്. ആ വാക്യങ്ങളിൽ അത് സ്പഷ്ടമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ട്രിനിറ്റിയുടെ ഭാഷയിൽ ഏലോഹീം എന്ന ബഹുവചനം ദൈവത്തിന് ഉപയോഗിച്ചിരിക്കുന്നതിനാൽ ദൈവത്തിന് ബഹുത്വമുണ്ട്. എന്നാൽ അതേ ദൈവത്തെ കുറിക്കുവാൻ ഏലോഹ എന്ന ഏകവചനം 52 പ്രാവശ്യവും ഏൽ എന്ന മറ്റൊരു പദവും 213 പ്രാവശ്യവും ഉപയോഗിച്ചിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു. ഉദാഹരണമായിട്ട് ഉൽപ്പത്തി പുസ്തകം 14:18 നമ്മൾ വരുമ്പോൾ അവിടെയും നമുക്കത് കാണാൻ കഴിയുന്നുണ്ട്. 14:18 വാക്യം. 18 വാക്യത്തില് 14:18 വാക്യം. ഉൽപ്പത്തി പുസ്തകം 14:18 വാക്യം. അവിടെ എഴുതിയിരിക്കുന്ന ഒരു വാക്കെന്ന് പറയുന്നത് ഏലിയോൺ എന്ന വാക്കാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. മോസ്റ്റ് ഹൈ ഓഫ് ഗോഡ് എന്നും എലോഹീം എന്ന ബഹുവചന പദം ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എന്താണ്, ദൈവത്തിന് ബഹുത്വം ഉണ്ടെങ്കിൽ ഏലോഹി, ഏൽ എന്നീ ഏകവചനങ്ങൾ ഉപയോഗിച്ചിരിക്കുന്ന കാരണത്താൽ ദൈവം ഏകനാകണം. അതായത് ചിലപ്പോൾ ദൈവം എന്ത് ചെയ്യുന്നു, ഏകനും മറ്റു ചിലപ്പോൾ തൃത്വം എന്ന നിലയിൽ സത്യദൈവവും ചഞ്ചലനായിരിക്കണം. അഥവാ ദൈവത്തിന്റെ പ്രകൃതി എന്താണ്, അടിക്കടി മാറിക്കൊണ്ടിരിക്കണം. എന്ന് പറഞ്ഞാൽ സത്യദൈവത്തെ കുറിച്ചുള്ള അവൻ എന്താണ്, മാറാത്തവനാണെന്നും പഴയ നിയമം ഗതിഭേദത്താൽ എന്താണ്, ആച്ഛാദമില്ലാത്തവൻ എന്ന് പുതിയ നിയമവും പറയുന്നു. അതായത് മലാക്കിയുടെ പുസ്തകം 3:6 അതുപോലെ തന്നെ യാക്കോബിന്റെ ലേഖനം 1:17 ഇംഗ്ലീഷ്, മലയാളത്തിലും മറ്റു ചില ഭാഷകളിലും മാറ്റത്തിന്റെ നിഴലോ ഇല്ലാത്തവൻ എന്നാണ്. മാറ്റത്തിന്റെ നിഴൽ പോലും യേശാത്ത എന്താണ്, ദൈവത്തെ എങ്ങനെയാണ് ചിലപ്പോൾ ഏകനെന്നും മറ്റു ചിലപ്പോൾ തൃത്വമായും സ്ഥിരതയില്ലാത്തവനാകാനും കഴിയുന്ന. അതിനാൽ എന്ത് ചെയ്യുന്നു, ദൈവത്തിന്റെ ബഹുത്വം എന്നത് ട്രിനിറ്റിയുടെ സങ്കല്പം എന്നേ നമുക്ക് പറയുവാനായിട്ട് കഴിയത്തുള്ളൂ എന്നുള്ളതാണ്. ട്രിനിറ്റിയുടെ ഉപദേശപ്രകാരം എന്താണ്, അനേകം തൃത്വത്തെ ബൈബിളിൽ നമുക്ക് കാണാൻ കഴിയും. ദൈവം ഉൽപ്പത്തി 1:1 പുറപ്പാട് പുസ്തകം 4:16 അതുപോലെ തന്നെ 7:1 നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട് എന്നുള്ളതാണ്. പുറപ്പാട് 4:4 അതിന്റെ 16 വാക്യം. അതിന്റെ 16 വാക്യത്തിലും ഈ വാക്ക് അവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. എലോഹീം എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എലോഹീം ആൻഡ് ആസ് ഗോഡ്, അതായത് ഇംഗ്ലീഷിൽ ഞാൻ വായിക്കുമ്പോൾ ടു ഹിം ഷാൽ ബി ആൻഡ് യു ആൻഡ് ആസ് ഗോഡ് എന്ന് പറയുന്നതിനടുത്ത് എലോഹീം എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി ഒരു വാക്കും കൂടി നമ്മൾ അവിടെ കാണുന്നുണ്ട്. 7:1 നമ്മൾ കാണുന്നുണ്ട്. 7:1 വാക്യത്തിലും അത് കാണുന്നുണ്ട്. അവിടെ 7:1 വാക്യത്തിലും നമ്മൾ കാണുന്നുണ്ട്.
അവിടെയും യാഹ്വേ സെഡ് സോ സെഡ് സി മോസസ് ടു അവിടെയും, അതായത് ആസ് ഗോഡ് എന്ന് പറയുന്നിടത്ത് എലോഹിം എന്ന പദം നമുക്ക് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. ദൂതന്മാരെ കുറിച്ച് പറയുന്നുണ്ട്. ന്യായാധിപന്മാരുടെ പുസ്തകം 13:22 നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പം ട്രിനിറ്റിയെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ദൈവം എന്താണ്, ദൈവം ഏകനല്ല, സമനിധ്യരും വിശ്വസ്തരുമായ 3 പേരാണ്. അതിലെന്താണ്, ഒന്നാമത്തെ ആള് പിതാവ് അഥവാ യഹോവയാണ്, രണ്ടാമത്തെ ആള് പുത്രൻ അഥവാ യേശു ക്രിസ്തുവാണ്, മൂന്നാമത്തെ ആള് ദൈവത്തിന്റെ ആത്മാവ് അഥവാ പരിശുദ്ധാത്മാവാണ്. എന്നാൽ യഹോവയായ ദൈവത്തെ ദൈവമായ യഹോവ എലോഹീം എന്ന് ഉൽപ്പത്തി 2:4 മുതൽ മലാഖി 2:16 വരെയുള്ള 500-ലേറെ പ്രാവശ്യം എന്ത് ചെയ്തിട്ടുണ്ട്, ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യം. ട്രിനിറ്റിയുടെ വ്യാഖ്യാന പ്രകാരം തൃത്വത്തിലെ ഒരു വ്യക്തി ആരാണ്, യഹോവയാണ്. അതായത് ആ യഹോവയെ 500-ലേറെ പ്രാവശ്യം എലോഹീം എന്ന് വിശേഷിപ്പിക്കുന്ന 3 പേരിൽ ഒരാളായി യഹോവ തന്നെ എലോഹീം. അതായത് തൃത്വം എന്ത് ചെയ്യുന്നു, തൃത്വമായാൽ ബാക്കി 2 പേരെ എന്ത് ചെയ്യും, മൊത്തത്തിൽ നിങ്ങൾക്ക് എത്ര ദൈവമുണ്ട് എന്ന് നമുക്ക് തൃത്വക്കാരോട് ചോദിക്കേണ്ടതായിട്ട് വരും. അതാണ് ഇതിനകത്ത് വരുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത്. അപ്പൊ എലോഹീം എന്ന പദത്തിന്റെ വചനം ചികഞ്ഞ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ദൈവത്തിൽ ബഹുത്വം ആരോപിക്കുന്നവർക്ക് ആത്മാവിനെ കുറിക്കുന്ന എബ്രായ പദമായ റൂവഹക്, അതായത് സ്ത്രീലിംഗ രൂപവും ഗ്രീക്ക് പദവുമായ ന്യൂമ, അതായത് നംസുക രൂപമാണെന്നും അറിയുമോ. അതായത് പദത്തിന്റെ വചനവും ലിംഗവും നോക്കി എന്ത് ചെയ്യണം, ദൈവത്തിന്റെ പ്രകൃതി വിലയിരുത്തുന്നവർ എന്ത് ചെയ്യണം, പഴയ നിയമത്തിലെ നിങ്ങളുടെ പരിശുദ്ധാത്മാവ് സ്ത്രീയാണെന്നും പുതിയ നിയമത്തിലെ ആത്മാവ് നപുംസകമാണെന്നും, എന്താണ് നപുംസകമാണെന്നും ആരെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യം. അവൻ ആത്മാവിനെതിരെ ദൂഷണം പറഞ്ഞുവെന്ന് പറയില്ലേ. എന്നാൽ ഏക ദൈവത്തെ ബഹുദൈവമാക്കാൻ അതേ ദൂഷണ മാർഗം തന്നെയല്ലേ നിങ്ങൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത്? ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഏകദൈവത്തെ കുറിക്കുന്ന അനേകം പദങ്ങളിൽ ഒരു പദം എന്താണ്, ബഹുവചനമായതുകൊണ്ട് ഏകദൈവത്തിന് ബഹുത്വമുണ്ടെന്ന് ബഹുത്വമുണ്ടെന്ന് പറയുന്നത് നിങ്ങൾ യഥാർത്ഥത്തിൽ എന്ത് ചെയ്യുന്നു, ദൈവവചനത്തിന് മുമ്പിൽ കള്ളത്തരമല്ലേ തൃത്വക്കാരെ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അപ്പൊ എലോഹിം എന്ന പദം എന്താണ്, ബൈബിളിൽ ഉപയോഗിച്ചിരിക്കുന്നത് എന്താണ്, 2 വിധത്തിലാണ്, ശ്രദ്ധിക്കണം. അതായത് യഹോവയെ കുറിക്കുവാൻ ഇത് ദൈവം, ദ ഗോഡ് എന്നും ഏകവചനത്തിലും, അതായത് ജാതികളുടെ ദേവന്മാരെ കുറിക്കുവാൻ ദൈവങ്ങൾ എന്ന് ബഹുവചനത്തിലും കൊടുത്തിരിക്കുന്നതാണ്. ഉൽപ്പത്തി 1:1 പുറപ്പാടിന്റെ പുസ്തകം 20:3 ദൈവമെന്നും ദൈവങ്ങൾ എന്നും ഏകവചനത്തിലും ബഹുവചനത്തിലും മാത്രമാണ് എലോഹീം ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് ഗ്രാമർ, അതായത് നമ്മൾ മനസ്സിലാക്കണം എന്താണ്, ഏകവചനത്തിലും ബഹുവചനത്തിലും, അതായത് ദൈവം ഏകനാണ്, അത് നമ്മൾ വായിച്ച ഒരു കാര്യമാണ്. അപ്പൊ ഏകതയെ കുറിക്കുന്നതിനും ഉപയോഗിച്ചിട്ടുണ്ട്, ബഹുത്വത്തെ കുറിക്കുന്നതിനും ഇത് ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനമായ സത്യം എന്ന് പറയുന്നത്. പക്ഷെ നമ്മുടെ ദൈവത്തെ കുറിക്കുവാൻ ഏകദൈവമാണ്, ആ ദൈവത്തെ കുറിക്കുവാൻ എലോഹീം മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. പിന്നെ അനേകം ദൈവങ്ങൾ, അതായത് മറ്റു ദൈവങ്ങളെ കുറിച്ച് പറയുമ്പോൾ അനേകം കോടി ദൈവങ്ങൾ ഉള്ള സ്ഥാനത്ത് എന്ത് ചെയ്യുന്നു, ഇത് എലോഹീം അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ബഹുത്വ അടിസ്ഥാനത്തിൽ അവിടെ ഗ്രാമാറ്റിക്, അതായത് ആ സന്ദർഭത്തിന്റെയും സാഹചര്യത്തിന്റെ അനുസരിച്ചായിരിക്കും അത് അവിടെ എന്ത് ചെയ്തേക്കുന്നത്, ആ എലോഹീം എന്ന പദം അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നു എന്നുള്ളതാണ്. അപ്പം പല ആളുകളും പറയുന്ന ഒരു കാര്യമുണ്ട്, എലോഹീം എന്ന് പറയുമ്പോൾ എന്താണ്, ബഹുമാന സൂചകമായും ചിലർ ഉപയോഗിക്കാറുണ്ട്. പക്ഷെ ബഹുമാന സൂചകം മാത്രം ആണോ? അങ്ങനെയല്ല അല്ലെ. നാം നമ്മുടെ സാദൃശ്യത്തിൽ മനുഷ്യനെ ഉണ്ടാക്കുക എന്ന് പറയുന്ന ഭാഗങ്ങളിലൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ തന്നെ ബഹുമാന രൂപമാണ്. അപ്പൊ ഇന്നാൾ ആരോട് പറയുന്നത് കേട്ടു, എന്താണ്, ബഹുമാന ഭാഷ എബ്രായരിലില്ല. അങ്ങനെ ഉണ്ടാവാൻ ഒരു കാര്യവുമില്ല. എല്ലാ ഭാഷയിലും ബഹുമാന സൂചകങ്ങൾ കാണും, ഇല്ലാതിരിക്കുകയല്ല. അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയൊരു സത്യം തന്നെയാണ്. ബഹുമാനം എല്ലാ ഭാഷയിലും വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു
തർക്കവുമില്ല കാര്യത്തിൽ. അപ്പോൾ അതവിടെ കിടക്കട്ടെ. ദൈവമെന്നും ദൈവങ്ങളെന്നും ഏകവചനത്തിലും ബഹുവചനത്തിലും മാത്രമാണ് എലോഹിം എന്ത് ചെയ്തിട്ടുള്ളത്, ഉപയോഗിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് പ്രധാനമായ സത്യം. അതായത് എലോഹിം അഥവാ നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തിന് മഹത്വമുണ്ടെന്ന് വിശ്വസിക്കുന്നത് നിഷ്പക്ഷമായിട്ടാണെങ്കിൽ ദൈവം എന്ന ഏകവചനം തള്ളിയിട്ട് ദൈവം എന്ന ബഹുവചനം നിങ്ങൾ സ്വീകരിക്കുമോ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ നിങ്ങൾ ഏകദൈവ വിശ്വാസികളല്ല ബഹുദൈവ വിശ്വാസികളാണെന്ന് ധൈര്യത്തോടെ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, സമ്മതിക്കേണ്ടതായിട്ട് വരും. കാരണം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എലോഹിം ദൈവങ്ങളാണെങ്കിൽ നിങ്ങൾ ബഹുദൈവ വിശ്വാസം പിന്തുടരുന്നവരാണ്. അതിൽ യാതൊരു സംശയവും ആ കാര്യത്തിലില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ കാര്യം. ദൈവം ഏകനാണെന്ന് പറഞ്ഞിട്ട് എലോഹിമിൽ ബഹുത്വമുണ്ടെന്നും അത് ദൈവങ്ങളാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ബഹുദൈവത്തിലാണ് നിങ്ങൾ വിശ്വസിക്കുന്നത്. യാതൊരു മാറ്റവും ആ കാര്യത്തിൽ ഇല്ല എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ട വാസ്തവം എന്ന് പറയുന്നത്. അതായത് ഏകദൈവ വിശ്വാസികളാണെന്ന് പറയുകയും ചെയ്താൽ എങ്ങനെ ശരിയാവും അല്ലെ? ബഹുത്വം ഉണ്ടെന്ന് പറഞ്ഞേച്ച്, ബഹുത്വം ഉണ്ടെന്ന് വാദിക്കുകയും ചെയ്തിച്ച് നിങ്ങൾ പറയാണ്, ബഹുത്വം ഉണ്ടെന്ന് പറഞ്ഞേച്ച് നിങ്ങൾ തന്നെ പറയാം ഞങ്ങൾ ഏകദൈവത്തെ വിശ്വസിക്കുന്നവരാണെന്ന് പറഞ്ഞാൽ അതിനകത്ത് എന്ത് അർത്ഥമാണുള്ളത്? നമ്മൾ ചിന്തിക്കേണ്ട ഒരു വാസ്തവം തന്നെയാണ്. അതായത് ബൈബിളിൽ ഏലോഹീമിനെ ദൈവം എന്ത് ചെയ്യുന്നു, ദൈവങ്ങളെന്നല്ലാതെ വ്യക്തി ഇത് പേഴ്സൺ, അതായത് വ്യക്തികൾ എന്ന് ഒരിടത്തും പറഞ്ഞിട്ടില്ല. എലോഹിമിന് ബഹുത്വമുണ്ടെങ്കിൽ വാദിക്കുന്ന നിങ്ങൾ ബഹുദൈവ വിശ്വാസികളാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അതായത് ഏകദൈവ വിശ്വാസികളാകുന്നത് എങ്ങനെയാണ്? യഥാർത്ഥത്തിൽ എലോഹിമിന്റെ ബഹുത്വത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾ എന്ത് ചെയ്യുന്നു, നിങ്ങൾ ഏക ദൈവമായ യഹോവയിലല്ല ജാതികളുടെ പല ദൈവങ്ങളിലാണ് നിങ്ങൾ വിശ്വസിക്കുന്നുള്ളതാണ് പ്രധാനമായ സത്യങ്ങളിലൊന്ന്. അത് ദൈവവചന അഭിപ്രായമാണ്, എൻ്റെ അഭിപ്രായമല്ല. ദൈവവചനം അങ്ങനെ തന്നെയാണ്. നമ്മൾ ചിന്തിക്കുമ്പോൾ അങ്ങനെ തന്നെയാണ് അതിനെക്കുറിച്ച് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പം ജാതികളിലെ പല ദൈവങ്ങളിലാണ് വിശ്വസിക്കുന്നത്. ഞങ്ങളുടെ ദൈവത്തിന് ബഹുത്വമുണ്ട്, ഞങ്ങൾ ബഹുദൈവ വിശ്വാസികളല്ല എന്ന് പറയുമ്പോൾ അതൊരു ഇരട്ടത്താപ്പ് തന്നെയല്ലേ? നിങ്ങളെ തന്നെ ചിന്തിച്ചു നോക്കുക. അല്ലാതെ എനിക്ക് അതിനകത്ത് പ്രത്യേകിച്ച് പറയുവാനില്ല. അതായത് എലോഹിം എന്നത് ബഹുവചനമായിട്ട് ദൈവത്തിന് ബഹുത്വമുണ്ടെന്ന് ട്രിനിറ്റിക്കാർ പറയുകയാണ് അല്ലേ? ട്രിനിറ്റിക്കാർ അങ്ങനെയാണ് പറയുന്നത്. അവരുടെ ഉള്ളിൽ എന്താണ്, അവർ പറയുന്നത് 3 പേരുണ്ടെന്നും 3 വ്യക്തികൾ കൂടിയ ദൈവവുമാണ് അവരുടെ ദൈവമെന്ന് അവർ തന്നെ പ്രസ്താവിച്ചുകൊണ്ടിരിക്കുക. അതായത് എലോഹിം എന്ന എബ്രായ പദത്തെക്കുറിച്ച് ജൂയിഷ് എൻസൈക്ലോപീഡിയയിലും, അതായത് നൈം ഓഫ് ഗോഡ് ഇൻ ജുദായിസത്തിലും, ഹീബ്രു ഗ്രാമർ ആൻഡ് മീനിങ്ങിലും, എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്കയിലും ഒക്കെ പറയുന്നത് എന്താണ്, എലോഹിം ബഹുവചന രൂപത്തിലാണെങ്കിലും എന്താണ്, ദൈവത്തെ കുറിക്കുവാൻ ഏക വചനമായിട്ടാണ് അത് ഉപയോഗിച്ചിരിക്കുന്നതെന്നാണ് ആ പുസ്തകങ്ങളിലൊക്കെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതായത് ഏക വചനത്തിൽ അത് മനസ്സിലാക്കേണ്ടതിന് എന്നാണ്. അതായത് ദൈവത്തിന്റെ അരുളപ്പാടും പുത്രത്വത്തിന്റെ അരുളപ്പാടും ആരാധനയും തേജസ്സും നിയമങ്ങളും ന്യായപ്രമാണവും ചട്ടങ്ങളും വചനങ്ങളും വാക്തത്വങ്ങളും വിധികളും ഭരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ഭൂമുഖത്തെ ഏക ജാതി ആരാണ്? ഇസ്രായേലാണ് അല്ലെ? ഇസ്രായേലാണ്. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 147 19 20 റോമർ 3 2 9 4. അതായത് ദൈവത്തിന്റെ വചനം ഭരമേൽപ്പിക്കപ്പെട്ടവരും എബ്രായ ഭാഷ വ്യാഖ്യാനിക്കാൻ അധികാരമുള്ളവരും സത്യദൈവത്തെ കുറിക്കുവാൻ ഏലോഹിം ഏക വചനമായി ഉപയോഗിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടും തൃത്വപണ്ഡിതന്മാർ എന്തുകൊണ്ട് ഇതിനെ എലോഹിമിൽ ഒരു ബഹുത്വം ആരോപിക്കുന്നു അല്ലെ? വളരെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. എലോഹിമിൽ എന്തിനാണ് അവരിങ്ങനെ ബഹുത്വം ആരോപിക്കുന്നത്? അപ്പോൾ അങ്ങനെ ഒരു സംഭവം അവിടെ ഇല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് ഏക സത്യം, അതായത് ഒന്നാം കൽപ്പന മറിച്ചു കളയല്ലേ അവരോട് ചെയ്യുന്നത്. അതായത് ഏക സത്യ ദൈവത്തെ ബഹുദൈവമാക്കി എല്ലാവരെയും നരകത്തിലേക്ക് കെട്ടിയെടുക്കുവാനായി 4-ാം നൂറ്റാണ്ടിൽ ഉപായിയായ സർപ്പം എന്ത് ചെയ്തു? ഉപായിയായ സർപ്പം സഭയിൽ നുഴഞ്ഞു കയറ്റിയ ദുരുപദേശത്തിന്റെ വക്താക്കളാണ് ഈ തൃത്വം എന്ന് പറയുന്ന സംഗതി കൊണ്ടുവന്നവരെല്ലാം ദുരുപദേശകന്മാരാണ്. അന്നത്തെ ദുരുപദേശകന്മാർ കൊണ്ടുവന്ന ഒരു സംഭവം തന്നെയാണ് അല്ലെ? അർയൂസ് കക്ഷികൾക്കെതിരെ കൊണ്ടുവന്നാണ്. യേശുക്രിസ്തു ദൈവമല്ല എന്ന് പറഞ്ഞ അർയൂസ് കക്ഷികൾക്കെതിരെ കൊണ്ടുവന്നാണ് 3 പേരുണ്ടെന്ന്. അങ്ങനെ ആയിരുന്നില്ല പറയേണ്ടിരുന്നത് അല്ലെ? ദൈവം ഗോഡ് മാനിഫെസ്റ്റഡ് ഇൻ ഫ്ലഷ് എന്നായിരുന്നു പറയേണ്ടിയിരുന്നതിന് പകരം അവരെന്ത് ചെയ്തു? 3 വ്യക്തികളാക്കിയതിനെ മാറ്റി തീർത്തു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ ഒരു കാര്യം എന്ന് പറയുന്നത് അല്ലെ? അപ്പം
നമ്മൾ ഇവിടെ എല്ലാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ്? ഏലോഹിമിൽ നമുക്ക് ഒരിക്കലും ഒരു ബഹുവചനം കാണുന്നുമില്ല, കാണുവാൻ സാധ്യവുമല്ല എന്നുള്ളതാണ് പ്രധാനമായ സത്യങ്ങളിലൊന്ന്. അതായത് ഏലോഹിം ബഹുവചനമായതുകൊണ്ട് ദൈവത്തിന് ബഹുത്വമുണ്ടെന്ന ട്രിനിറ്റിയുടെ ഉപദേശം എന്ത് ചെയ്തു? തെറ്റാണെന്ന് ഉൽപ്പത്തി പുസ്തകത്തിന്റെ ആദ്യ 2 വാക്യങ്ങളിൽ കൂടി തന്നെ നമുക്ക് തെളിയിക്കുവാൻ കഴിയുന്നു എന്നുള്ളതാണ്. ആദിയിൽ ദൈവം എന്ത് ചെയ്തു? ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഉൽപ്പത്തി 1:1. അതായത് ഈ വാക്യത്തിലെ എലോഹിം എന്താണ്? ബഹുവചനമായതുകൊണ്ട് എന്താണ്? സൃഷ്ടാവായ ദൈവത്തിന് ബഹുത്വം ഉണ്ടെന്നും ദൈവം ഏകനല്ലെന്നും എന്ത് ചെയ്യുന്നു? ദൈവം ഏകനല്ല, അല്ലേ? സൃഷ്ടാവായ ദൈവത്തിന് എന്തുകൊണ്ട്? ബഹുത്വം ഉണ്ടെന്നും ദൈവം ഏകനല്ലെന്നും തൃത്വമാണെന്നും ട്രിനിറ്റി എന്ത് ചെയ്യുന്നു? വാദിച്ചുകൊണ്ടേയിരിക്കുന്നു. അതായത് ട്രിനിറ്റി എന്ന ഏക സാരാംശത്തിൽ പിതാവ്, പുത്ര, പരിശുദ്ധാത്മാവ് എന്ന സമനിധ്യരും വ്യക്തിരക്തരുമായ 3 വ്യക്തികൾ ഉണ്ടെന്നുള്ള വിശ്വാസമാണ് ആർക്കുള്ളത്? തൃത്വത്തിനുള്ളത് എന്നുള്ളതാണ്. അതായത് 2ാം വാക്യം നമ്മൾ ഇപ്രകാരമാണ് പറയുന്നത്: ഭൂമി പാഴായും ശൂന്യമായും ഇരുന്നു, ആഴത്തിന് മീതെ ഇരുളുണ്ടായിരുന്നു, ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്മേൽ എന്ത് ചെയ്തു? പരിവർത്തിച്ചു കൊണ്ടിരുന്നു. ഉൽപ്പത്തി 1:2. ട്രിനിറ്റിയുടെ ഭാഷയിൽ ദൈവത്തിന്റെ ആത്മാവ് ദൈവത്തിൽ നിന്ന് വിഭിന്നമായ ഒരു വ്യക്തിയാണ് എന്ന് പറഞ്ഞാൽ എഫേസ്യർ 4:30 പറയുന്നു, 1ാം വാക്യത്തിൽ പറയുന്ന ഏലോഹീം അഥവാ ദൈവം തൃത്വമാണെങ്കിൽ 2ാം വാക്യത്തിൽ പറയുന്ന ഏലോഹീം അഥവാ ദൈവവും തൃത്വവുമാണ്. അതായത് അപ്പോൾ ദൈവത്തിന്റെ ആത്മാവെന്ന് പറഞ്ഞാൽ തൃത്വ ദൈവത്തിന്റെ ആത്മാവും, അല്ലെ, 4ാമനുമായി മാറും. അതായത് 1ാം വാക്യത്തിൽ തന്നെ ദൈവം എന്ന സാരാംശത്തിൽ നിന്നും 3 വ്യക്തികളുണ്ട്. അതായത് 2ാം വാക്യത്തിലും 3 വ്യക്തികളുടെ സാരാംശമായ ദൈവത്തെയും പിന്നെയും ആ ദൈവത്തിൽ നിന്ന് എന്ത് ചെയ്യുന്നു? വിഭിന്നമെന്ന് നിങ്ങൾ പറയുന്ന ആത്മാവെന്ന 4ാമതായി ഒരു വ്യക്തിയെയും എന്ത് ചെയ്യുന്നു? കാണാൻ കഴിയുന്നു എന്നുള്ളത്. അപ്പോൾ എന്താണ്? നിങ്ങളുടെ ഉപദേശപ്രകാരം തന്നെ എന്ത് ചെയ്യുന്നു? 1ഉം 2ഉം വാക്യങ്ങൾ എന്താണ്? പൂർവപരമായ വൈരുദ്ധ്യം നിലനിൽക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ ഉൽപ്പത്തി 1:27 പറയുന്നു, ഏലോഹീം എന്ന് പറയുമ്പോൾ ദൈവം തന്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. ദ ഗോഡ് ക്രിയേറ്റഡ് മാൻ ഇൻ ഹിസ് ഓൺ ഇമേജ് എന്നാണ് പറയുന്നത്. ഉൽപ്പത്തി പുസ്തകം 1:27 അതാണ് പറയുന്നത്. ഏലോഹീം എന്ന പദം ബഹുവചനമായതുകൊണ്ട് ദൈവത്തിന് ബഹുത്വം ഉണ്ടായിരുന്നെങ്കിൽ ഏലോഹീമിനോട് ചേർത്ത് തന്റെ ഹിസ് എന്ന ആ ഏകവചന സർവനാമം ഉപയോഗിക്കുവാൻ വ്യാകരണത്തിൽ എന്തില്ല? വ്യവസ്ഥയില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത്. അതായത് ഏലോഹിം എന്ന എബ്രായ പദം എന്താണ്? ബഹുവചനമായതുകൊണ്ട് ദൈവത്തിന് ബഹുത്വമുണ്ടെന്ന് പറയുന്ന ട്രിനിറ്റിയുടെ ഉപദേശം എന്താണ്? ഉൽപ്പത്തി 1-ാം അധ്യായത്തിൽ തന്നെ തകർന്ന് താളടിയുന്നത് നമുക്ക് കാണാൻ കഴിയുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്ന ഏറ്റവും വലിയൊരു സത്യം എന്ന് പറയുന്നത്. ഇനി ഭാഷാപരമായും വചനപരമായ ചില തെളിവുകൾ നമ്മൾ നോക്കുമ്പോൾ ആദിയിൽ ദൈവം എന്ത് ചെയ്തു? ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അതായത് എബ്രായ ഭാഷയുടെ വ്യാകരണ പ്രകാരം ബൈബിളിന്റെ പ്രഥമ വാക്യത്തിൽ നിന്ന് തന്നെ സത്യദൈവത്തെ കുറിക്കുന്ന ഏലോഹീം എന്ന പദം എന്താണ്? ഏകവചനത്തിലാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സൃഷ്ടിച്ചു, ദ ക്രിയേറ്റഡ് എന്ന അർത്ഥമുള്ള ബാറ എന്ന ക്രിയാപദം പ്രഥമ പുരുഷ പുല്ലിംഗ ഏകവചനമാണ്. അതായത് 3 പേഴ്സൺ, 3rd പേഴ്സൺ സിംഗുലർ ഉപയോഗിച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? എബ്രായ വ്യാകരണ നിയമപ്രകാരം ക്രിയയും കർത്താവും എന്താണ്? ഏക ബഹുപുല്ലിംഗ സ്ത്രീലിംഗം അല്ലെങ്കിൽ തമ്മിൽ യോജിക്കണം. ഇവിടെ ക്രിയ ഏകവചനമായതിനാൽ ഏലോഹീം എന്താണ്? ഏലോഹീം എന്ന കർത്താവും ഏകവചനമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഇനി അടുത്ത ഒരു തെളിവൂടെ കൊടുത്തുകൊണ്ട് ഞാനിത് അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. അതായത് ബലിവീൻ നാം വണങ്ങി നമസ്കരിക്കുക, നമ്മെ നിർമ്മിച്ച യഹോവയുടെ മുമ്പിൽ എന്ത് ചെയ്യണം? മുട്ടുകുത്തുക, അല്ലേ? അവൻ നമ്മുടെ ദൈവമാകുന്നു, നാമോ അവൻ മേയ്ക്കുന്ന ജനവും അവന്റെ കൈകളിലെ ആടുകളും തന്നെ. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 95-ാം അധ്യായം 6 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നത് കേൾക്കുമ്പോൾ അതിൽ എന്താ എഴുതിക്കുന്നത്? എന്ത് മിഥ്യാർത്ഥനായി നീ മനുഷ്യപുത്രൻ
മനുഷ്യപുത്രന്മാരെയൊക്കെയും സൃഷ്ടിച്ചു. സങ്കീർത്തനം 89:40 നീയല്ലോ എൻ്റെ ഉദരത്തിൽ നീ എന്നെ മടഞ്ഞു. സങ്കീർത്തനം 130:13 അവൻ നീയല്ലോ എന്നിങ്ങനെയുള്ള മധ്യപുരുഷ പ്രഥമ പുരുഷ ഏകവചന സർവനാമങ്ങളാണ്. അതായത് 2/3 പേഴ്സൺ സിംഗിൾ പ്രൊനൗൺസ് എന്താണ് ഭക്തന്മാർ ഏലോഹീം ഉപയോഗിച്ചിരിക്കുന്ന വേറെ വാക്യങ്ങളുണ്ട്. അതായത് ഉൽപ്പത്തി 1:27 അതുപോലെ തന്നെ ഇയ്യോബിന്റെ പുസ്തകം 37 7 സങ്കീർത്തനങ്ങളുടെ പുസ്തകം 89:12 നമ്മൾ കാണുന്നു. അപ്പം ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കുമ്പോൾ തന്നെ ഏക ദൈവമാണ്, ആ ഏക ദൈവത്തിന് ബഹുത്വമുള്ളതായി ദൈവവചനം പറയുന്നില്ല. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ അപ്പോസ്തലന്മാരും അത് മെൻഷൻ ചെയ്തനേമായിരുന്നു. പുതിയ നിയമത്തിൽ അത് മെൻഷൻ ചെയ്തനായിരുന്നു. അതുകൊണ്ടാണ് പറഞ്ഞ എല്ലാവർക്കും ദൈവവും പിതാവുമായവൻ ഒരുവൻ എന്ന് മെൻഷൻ ചെയ്തത്. ഒറ്റയൊരു പിതാവേ നമുക്കുള്ളൂ എന്നും അല്ലെ, എല്ലാവരിലും കൂടിയിരിക്കുന്നവനും എല്ലാവരും കൂടി വ്യാപരിക്കുന്നവനും എല്ലാവർക്കും ദൈവവും പിതാവുമായവൻ ഒരുവൻ എന്ന് എഫെസ്യർ ലേഖനത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ അപ്പോസ്തലനായ പൗലോസ് പഠിപ്പിക്കുമ്പോഴും പിതാവായ ഏക ദൈവമേ നമുക്കുള്ളൂ, 3 ദൈവങ്ങൾ നമുക്കില്ല. തൃത്വം കൂടുമ്പോൾ അത് 3 പേർക്കും ദൈവത്വം ഉണ്ടെന്ന് പറയുന്നത് തെറ്റാണ്. അത് ദൈവവചന വിരുദ്ധവുമാണ്. ദൈവവചനവുമായി യാതൊരുവിധ യോജിപ്പുകളും അതിനില്ല എന്ന് ഓർപ്പിച്ചുകൊണ്ട് ഈ ബുക്ക് ഓഫ് ലോഡിന്റെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. ദൈവം എല്ലാവരെയും ധാരാളമായി സമൃദ്ധിയായും അനുഗ്രഹിക്കട്ടെ. ഈ വീഡിയോകൾ നിങ്ങൾക്ക് അനുഗ്രഹപ്രദമാകുന്നെങ്കിൽ ഇത് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഗോഡ് ബ്ലെസ് യു.